പ്രേം നസീറിൻ്റെ സുവർണകാലത്ത് പ്രേം നസീറിനെ വെല്ലുവിളിച്ച ഒരു സുന്ദരനായ നടൻ്റെ കഥയാണ് പറയുന്നത്. നടൻ്റെ പേര് മോഹൻ ശർമ്മ. മോഹൻ എന്ന പേരിലാണ് അദ്ദേഹം സിനിമയിൽ എത്തിയത്. പാലക്കാട് തത്തമംഗലം സ്വദേശിയാണ് മോഹൻ. പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അഭിനയത്തിൽ ഡിപ്ലോമ നേടിയ ദക്ഷിണേന്ത്യയിലെ ആദ്യ നടനാണ് മോഹൻ. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മോഹൻ സുന്ദരനായിരുന്നു. നല്ല പൊക്കം, ചുരുണ്ട മുടി, സുന്ദരമായ മുഖം, ശരീരവും നല്ല അഴകളവത്ത ശരീരം. ഇതൊക്കെയായിരുന്നു മോഹൻ്റെ പ്രത്യേകത. മോഹൻ മലയാളത്തിൽ ശ്രദ്ധേയനാകുന്നത് ചട്ടക്കാരി എന്ന ചിത്രത്തിലൂടെയാണ്. ചട്ടക്കാരി ലക്ഷ്മിയായിരുന്നു നായിക. ലക്ഷ്മിയും മോഹനും തമ്മിലുള്ള രതിരംഗങ്ങൾ കൊണ്ട് നിറഞ്ഞ ചിത്രമായിരുന്നു ചട്ടക്കാരി. പമ്മൻ്റെ നോവലായിരുന്നു ചട്ടക്കാരി. ചട്ടക്കാരി ജൂലി എന്ന പേരിൽ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തപ്പോഴും ലക്ഷ്മിയായിരുന്നു നായിക വേഷം ചെയ്തത്. ചട്ടക്കാരി എന്ന പടത്തിൻ്റെ സെറ്റിൽ വെച്ച് ലക്ഷ്മിയും മോഹനും പ്രണയിക്കുന്നതും പിന്നീട് ഇരുവരും പിരിയുന്നതും ഒക്കെ പറഞ്ഞു പഴകിയ കഥ. പക്ഷേ മോഹൻ ലക്ഷ്മി ടീം മലയാളത്തിൽ നസീർ ഷീല ജോഡികളെപ്പോലെ വളർന്നു തന്നെ വരികയായിരുന്നു. ചട്ടക്കാരിക്ക് ശേഷം രാഗം, കായലും കയറും, രാഗം, പ്രയാണം എന്നീ ചിത്രങ്ങളിൽ മോഹനും ലക്ഷ്മിയും ഒരുമിച്ച് അഭിനയിച്ചു. നെല്ല്, കായലും കയറും എന്നിവയാണ് മോഹൻ്റെ മറ്റ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. പക്ഷേ പ്രേം നസീറിൻ്റെ പ്രതാപകാലത്ത് റൊമാൻറ്റിക് ഹീറോയായി മോഹന് പിടിച്ചു നിൽക്കാൻ ആയില്ല. ലക്ഷ്മിയും മോഹനും തമ്മിൽ പ്രണയിച്ചതും ആ ദാമ്പത്യ ജീവിതം തകർന്നതും മോഹന് തിരിച്ചടിയായി മാറി. ലക്ഷ്മി തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് പല ചിത്രങ്ങളിൽ നിന്നും മോഹനെ ഒഴിവാക്കി എന്നൊരു വാർത്ത അക്കാലത്ത് സിനിമാ പത്രപ്രവർത്തകർ എഴുതിയിരുന്നു. ലക്ഷ്മി അക്കാലത്ത് വലിയ നടിയാണ്. ഇന്ത്യ ഒട്ടുക്ക് അറിയപ്പെടുന്ന നടിയാണ്. ചില നേരങ്ങളിൽ ചില മനിതറകൾ എന്ന ചിത്രത്തിലൂടെ ദേശീയ അവാർഡ് നേടിയ നടിയാണ്. ലക്ഷ്മിയുടെ സ്വാധീനത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ മോഹന് കഴിഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധേയം. അതുകൊണ്ടാകാം അദ്ദേഹത്തിന് കൂടുതൽ സിനിമകൾ ലഭിക്കാതിരുന്നത്. മറ്റൊന്ന്, പ്രേം നസീറിൻ്റെ സുവർണകാലമായിരുന്നു അത്. നസീറിന് പകരം ഒരു റൊമാൻറ്റിക് ഹീറോയെ സങ്കല്പിക്കാൻ മലയാളിക്ക് ആവാത്ത ഒരു കാലം. അക്കാലത്ത് പലരും റൊമാൻറ്റിക് ഹീറോയാകാൻ ശ്രമിച്ചു. വിൻസെൻ്റ് ശ്രമിച്ചു, സുധീർ ശ്രമിച്ചു, സോമൻ, സുകുമാരൻ തുടങ്ങിയവർ ശ്രമിച്ചു. പക്ഷേ പ്രേം നസീറിനെ വെല്ലാൻ ഇവർക്കൊന്നും കഴിഞ്ഞില്ല. മോഹനും അതിലൊരു നടനായി ഒതുങ്ങിപ്പോയി. സോമനും സുകുമാരനുമൊക്കെ അഭിനയത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോയപ്പോൾ അങ്ങനെ തേടിപ്പോകാൻ മോഹന് കഴിഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. മോഹൻ്റെ തകർച്ച അവിടെയാണ് ആരംഭിക്കുന്നതും അതുകൊണ്ടാണ് മോഹൻ തകർന്ന് തരിപ്പണമായി പോയതും. പിന്നീട് തമിഴ്നാട്ടിൽ പോയി മോഹൻ വളരെ പ്രശസ്തനായി. നല്ല ചിത്രങ്ങൾ, ഗ്രാമം പോലെയുള്ള ചിത്രങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സ്പർശം ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ പല ചിത്രങ്ങൾക്കും അദ്ദേഹം കഥ എഴുതിയതായി കേട്ടിട്ടുണ്ട്. മാത്രമല്ല തമിഴ്നാട്ടിൽ അദ്ദേഹം ചില ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. നല്ല ചിത്രങ്ങളുടെ എന്താ പറയുക, അകമ്പടിക്കാരനായി മോഹൻ മാറി. മോഹൻ ലക്ഷ്മിയുമൊത്തുള്ള പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ മോഹന് ഇത്രയേറെ തകർച്ച വരില്ലായിരുന്നു എന്നാണ് അന്നത്തെ പ്രശസ്ത പത്രപ്രവർത്തകൻ പല്ലിശ്ശേരി പിൽക്കാലത്ത് എന്നോട് പറഞ്ഞത്. മോഹന് നസീറിൻ്റെ സാന്നിധ്യത്തിലും കരുത്തോടുകൂടി വളരാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ലക്ഷ്മി മോഹനെ പാരവെച്ചതാകാം കാരണം. എന്തായാലും പ്രേം നസീർ അക്കാലത്ത് തനിക്ക് ബദലായി വരുന്ന താരങ്ങളെ ഒതുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കമൽ ഹാസനൊക്കെ പ്രേം നസീറിൻ്റെ ഈ ഒരു രീതിയിൽ അകപ്പെട്ടു പോയവരാണ്. പ്രേം നസീർ സുന്ദരമായി ഒതുക്കും. കാരണം അന്ന് നിർമ്മാതാക്കളും സംവിധായകരുമെല്ലാം പ്രേം നസീറിൻ്റെ കൂടെയാണ്.
അവർക്ക് പ്രേം നസീർ സൗജന്യമായി ഡേറ്റുകൾ നൽകും. അവരുടെ ചിത്രം പൊട്ടിക്കഴിഞ്ഞാൽ അടുത്ത ചിത്രത്തിന് സൗജന്യമായി ഡേറ്റ് നൽകും. അങ്ങനെയൊക്കെ ഒരുപാട് മേന്മകൾ പ്രേം നസീറിന് ഉണ്ടായിരുന്നു. പ്രേം നസീർ ഒരു നടനും നല്ല മനുഷ്യനുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരാളെ ഒതുക്കണമെന്ന് തോന്നിയാൽ അദ്ദേഹം അത് ഈസിയായി ചെയ്തിരിക്കും. മോഹൻ അങ്ങനെ പെട്ടുപോയോ എന്നൊരു സംശയം ബാക്കി. എന്തായാലും മലയാള സിനിമ കണ്ട നിർഭാഗ്യ നായകന്മാരിൽ ഒരാളാണ് മോഹൻ. പിന്നീട് മോഹൻ മലയാള സിനിമയിൽ വർഷങ്ങൾക്ക് ശേഷം സജീവമായി. ദാദേ സാഹിബ് എന്ന ചിത്രത്തിൽ വില്ലൻ വേഷം ചെയ്തുകൊണ്ട് അദ്ദേഹം എത്തി. അതിലെ വില്ലൻ വേഷം അദ്ദേഹം തകർത്തു എന്ന് തന്നെ പറയാം. ചില സീരിയലുകളിലും അദ്ദേഹത്തെ കണ്ടു. മോഹൻ തൻ്റെ അതിജീവനം തുടർന്നു. ലക്ഷ്മി ആകട്ടെ ഇന്ത്യ ആകെ അറിയപ്പെടുന്ന നടിയായി മാറി. ലക്ഷ്മിയുടെ സ്വകാര്യ ജീവിതം പലപ്പോഴും വിമർശിക്കപ്പെട്ടെങ്കിലും അവരുടെ അഭിനയ ജീവിതം വിമർശിക്കപ്പെട്ടില്ല. മോഹനെ പുതിയ തലമുറയ്ക്ക് അറിയില്ല. പക്ഷേ ഒരു കാലത്തെ തലമുറയ്ക്ക് അദ്ദേഹത്തെ അറിയാമായിരുന്നു. ആ തലമുറ ഇന്ന് അന്യം നിന്ന് പോയി. ഞാനൊക്കെ സിനിമ കാണുമ്പോൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും കാലമാണ്. പ്രേം നസീറിൻ്റെ കാലം കഴിഞ്ഞു. പിന്നീട് മലയാള കമേഴ്ഷ്യൽ ചരിത്രം തിരക്കിപ്പോയപ്പോഴാണ് മോഹനെ പോലെയുള്ള നടന്മാരുടെ അവിസ്മരണീയ പ്രകടനങ്ങൾ തിരിച്ചറിഞ്ഞത്. ചട്ടക്കാരി എന്ന ചിത്രത്തിൽ മോഹൻ അസാധ്യമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രതിനായക സ്വഭാവമുള്ള വേഷമായിരുന്നു അതിൽ അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം ഒപ്പിയെടുത്തു KS സേതുമാധവൻ ചട്ടക്കാരിയിൽ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ല ഡയറക്ടർമാരെ കിട്ടി. രാഗം എന്ന ചിത്രം ഡയറക്റ്റ് ചെയ്തത് ഭീം സിംഗ് ആയിരുന്നു. ചട്ടക്കാരി KS സേതുമാധവൻ, നെല്ല് രാമു കാര്യാട്ട്, കായലും കയറും KS ഗോപാലകൃഷ്ണൻ, പ്രയാണം സാക്ഷാൽ ഭരതൻ. ഇത്രയും നല്ല സംവിധായകരുടെ കയ്യിൽ കിട്ടിയിട്ടും മലയാള സിനിമയിൽ ഒന്നുമാകാതെ പോയ ഒരു നടനാണ് മോഹൻ. എന്തുമാകാൻ കഴിയുമായിരുന്നിട്ടും ഒന്നുമാകാതെ പോയി മോഹൻ. അതിനുള്ള കാരണങ്ങൾ പലതാണ്. ആ കാരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. മോഹൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ടില്ലാത്ത പുതുതലമുറ ചട്ടക്കാരിയും രാഗവും നെല്ലും കായലും കയറും ഒക്കെ ഒന്ന് കണ്ടു നോക്കണം. പ്രയാണവും കണ്ടു നോക്കണം. അതിൽ അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലി എങ്ങനെയുണ്ടെന്ന് നോക്കണം. കാരണം അതിഭാവുകത്വം നിറഞ്ഞ അല്ലെങ്കിൽ നാടകീയത നിറഞ്ഞ അഭിനയത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന കാലത്താണ് സ്വാഭാവിക അഭിനയവുമായി മോഹൻ എത്തിയത്. മോഹൻ്റെ സുന്ദര മുഖം കണ്ട് അന്ന് അദ്ദേഹത്തെ പ്രണയിച്ച കോളേജ് കുമാരികൾ ഏറെ. പ്രേം നസീറിനേക്കാൾ മോഹൻ ഉയർന്നു വരുമെന്ന് പ്രവചിച്ച പത്രപ്രവർത്തകരും ഏറെ. പക്ഷേ മോഹന് ഒന്നുമാകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിധി. ചില നടന്മാർക്ക് വിധി ചിലത് പറഞ്ഞു വയ്ക്കും. മമ്മൂട്ടിയും മോഹൻലാലും അഭിനയത്തിൻ്റെ ഔന്നത്യത്തിലാണ്. പക്ഷേ അവരെക്കാളും കഴിവുള്ളവർ സമൂഹത്തിൽ കാണും. പക്ഷേ അവർക്ക് ദൈവം അവസരം കൊടുക്കില്ല. പ്രേം നസീറിനെക്കാളും സുന്ദരനാണ് മോഹനെന്ന് പറയാൻ പറ്റില്ല. രണ്ടുപേരും രണ്ട് തരത്തിൽ സൗന്ദര്യമുള്ള വ്യക്തിയാണ്. പക്ഷേ പ്രേം നസീറിനെ പോലെ തന്നെ റൊമാൻറ്റിക് വേഷങ്ങളിൽ അഭിനയിക്കാൻ മോഹന് കഴിയുമായിരുന്നു. അത് മോഹൻ്റെ പ്രത്യേകത തന്നെയായിരുന്നു. പക്ഷേ പ്രേം നസീർ വളരെ ഉയരങ്ങളിലേക്ക് പോയപ്പോൾ, മലയാള സിനിമയിലെ ഗന്ധർവ സാന്നിധ്യമായി മാറിയപ്പോൾ മോഹൻ ഒന്നുമല്ലാതായി പോയി. ഇതിന് സിനിമാക്കാർ പറയുന്നത് ചുഴിക്കുറ്റം എന്നാണ്. ആ ചുഴിക്കുറ്റമാണ് മോഹന് സംഭവിച്ചത്.